നമസ്കാരം. ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി ആൻഡ് ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്. കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം യോഗയിലെ പ്രാധാന്യം ചികിത്സയിൽ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളിക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ 35-ൽ പരം വർഷങ്ങളായിട്ട് യോഗയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ചികിത്സയാണ് പ്രത്യേകിച്ച് ആസ്മ അലർജി രോഗങ്ങൾക്ക് ഞാൻ കൊടുത്തു വരുന്നത്. ഞാനും അന്ന് മുതൽ ഇന്ന് വരെ, ഇന്ന് രാവിലെയും എൻ്റെ യോഗ ചെയ്തിട്ടാണ്. ഞാൻ എല്ലാവരോടും പേഷ്യൻസിനോട് പറയാറുണ്ട്, എൻ്റെ ബെഡ്റൂമിൻ്റെ വാതിൽ ഞാനിപ്പോൾ തുറക്കണമെങ്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യാം. മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും അത് കുറച്ച് മെഡിറ്റേഷൻ സഹിതം ചെയ്യാതെ എൻ്റെ മെഷീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യില്ല. യോഗ ചെയ്ത് എന്തെങ്കിലും ചെറിയൊരു ക്ഷീണം ഉണ്ടെങ്കിൽ പോലും യോഗ ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഉന്മേഷത്തിന് വാക്കുകളില്ലാതെ വിവരിക്കാൻ. അത്രയ്ക്ക് പ്രയോജനപ്രദമായൊരു സംഗതി. നരേന്ദ്രമോദിജി 4-5 വർഷങ്ങൾക്ക് മുൻപ് ജൂൺ 21-നെ ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് അംഗീകരിപ്പിക്കാൻ UN-നെ കൊണ്ട് സാധിച്ചു. അതില് ഭാരതീയരായ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഈ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ സ്വിറ്റ്സർലൻഡിൽ വന്ന ഒരു രോഗി എന്നോട് പറഞ്ഞത്, ആ ഇന്റർനാഷണൽ യോഗ ഡേയില് അവിടെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് സ്വിറ്റ്സർലൻഡിൽ എന്നൊക്കെ പറഞ്ഞത്. ധാരാളം സെമിനാറുകള്, ക്ലാസ്സുകള് എല്ലാം അവിടെ കണ്ടക്ട് ചെയ്തു. അതിന്റെ ബെനിഫിറ്റ് അവര് എടുക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. കഴിഞ്ഞ എൻ്റെ ഈ 30-35 വർഷത്തെ യോഗയുമായിട്ടുള്ള എൻ്റെ ചികിത്സാ അനുഭവങ്ങളിൽ നമുക്ക് വാക്കുകളാൽ വിവരിക്കാൻ ബുദ്ധിമുട്ടുള്ള ബെനിഫിറ്റ്, അത്രയധികം ബെനിഫിറ്റുകളാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ രോഗികൾ എന്നെ കാണാൻ വരുമ്പോൾ എനിക്ക് യോഗയും കൂടി അറിയാം എന്നുള്ള വസ്തുത അവർക്കൊരു പ്രചോദനമായിട്ടാണ് അവരെപ്പോഴും എന്നോട് പറയാറുള്ളത്. യോഗയില് എല്ലാ ചികിത്സാ രീതികളിലും യോഗ ഉപയോഗിക്കാം. അവിടെ പലരും പറയും, ഡോക്ടറെ എനിക്ക് പദ്മാസനത്തിൽ ഇരിക്കാൻ മേല, അല്ലെങ്കിൽ എനിക്ക് ശീർഷാസനം ചെയ്യാൻ മേല. അവിടെയാണ് അതിൻ്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന വസ്തുത ഇരിക്കുന്നത്. നമ്മൾക്ക് ഓരോ വ്യക്തിക്കും അവരുടെ ആരോഗ്യത്തിനും അവരുടെ രോഗാവസ്ഥയ്ക്കും അവരുടെ ഫ്ലെക്സിബിലിറ്റിക്കും, ബോഡി ഫ്ലെക്സിബിലിറ്റിക്കും അനുസരിച്ച് യോഗ കൊടുക്കുന്നതിനെയാണ് യോഗ തെറാപ്പി എന്ന് പറയുന്നത്. അവിടെ യോഗയെ പറ്റിയും ചികിത്സാ ശാസ്ത്രത്തെ പറ്റിയും അറിവുള്ള ഒരാൾക്ക് മാത്രമേ അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ശീർഷാസനം ഒരു സ്പോണ്ടിലോസിസ് ഉള്ള ഒരു രോഗിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഒരു ഡാമേജ് തന്നെ, ഒരു വീക്ക് ലിങ്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഡാമേജ് ഉണ്ടായിട്ട് ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി തന്നെ വേണമെങ്കിൽ വരാം. അവിടെയാണ് ആ രോഗിയുടെ ആ രോഗാവസ്ഥയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ കഴിവുള്ള ഒരു ഡോക്ടർക്ക് മാത്രമേ ഒരു യോഗ തെറാപ്പി സെഷൻ കൊടുക്കാനൊക്കെ ഉള്ളൂ. എൻ്റെ 2 സെന്ററിലും യോഗ തെറാപ്പി സെഷൻസ് ഉണ്ട്. അതിന് ക്വാളിഫൈഡ് ആൾക്കാരുണ്ട്. ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം, എൻ്റെ മകൻ ഏബൽ മനോജ് ഡോക്ടറാണ്, ഒഫ്താൽമോളജിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ ഏബലും ഈ യോഗയില് പ്രാവീണ്യം നേടി കോഴ്സ് പാസ്സായി ഇപ്പൊ PG വരെ കോഴ്സ് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. ഓൺലൈനിലും ക്ലാസ് കൊടുക്കുന്നുണ്ട്, പേഴ്സണലായിട്ടും ക്ലാസ് കൊടുക്കുന്നുണ്ട്. പലരും യോഗയും കൂടെ പഠിച്ച് ആസ്മയിൽ നിന്ന് പൂർണ്ണ വിമുക്തി കിട്ടിക്കഴിയുമ്പോൾ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, ഡോക്ടറെ എന്തുകൊണ്ടാണ് മറ്റുള്ള ഡോക്ടർമാരൊന്നും ഇത് പഠിപ്പിച്ചു തരാത്തത്? കാരണം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായ യോഗ, ഋഷിവര്യന്മാർ ഇവിടെ വളരെയധികം പഠനം നടത്തി ആ 10,000 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഈ യോഗയെ ഉൾക്കൊള്ളുവാനുള്ളൊരു മനസ്സ് നമുക്ക് ഇന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ദുഃഖകരമായൊരു സത്യമാണ്. ഇപ്പോൾ ഒരു സന്തോഷ വർത്തമാനമുണ്ട്. ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസില് പുതിയ MBBS-നും അല്ലെങ്കിൽ എല്ലാ മെഡിക്കൽ കോഴ്സുകൾക്കും അതിൻ്റെ പ്രിലിമിനറി കോഴ്സിന്റെ ഭാഗമായിട്ട് യോഗ അക്കാഡമിക്കലായിട്ട് അതിനൊരു പരീക്ഷ സഹിതം വെക്കുവാൻ അവര് എനിക്ക് തോന്നുന്നു ഈ വർഷം മുതൽ ഉദ്ദേശിക്കുന്നുണ്ട്. അത് വളരെ അഭിനന്ദനമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന എന്തൊക്കെയാണ് യോഗ കൊണ്ട് നമുക്ക് ചികിത്സയിൽ നമുക്ക് ചെയ്യാവുന്നത്. ഞാൻ ആസ്മയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ
വളരെ പ്രായമുള്ളവർക്കും കൊച്ചുകുട്ടികൾക്ക് ഒരു 10 വയസ്സോ 5 വയസ്സോ മുകളിലുള്ള കുട്ടികൾക്ക് പോലും ഞാൻ പറയും ഒരു ഡീപ്പ് ബ്രീത്തിങ് മാത്രം ഞാൻ അവരെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരെ ഇരുന്നിട്ട് ശ്വാസം മൂക്കിൽ കൂടി നമുക്ക് എത്ര കൊള്ളും അതിന്റെ 1/4 ഭാഗം വലിക്കുക, മൂക്കടച്ചു പിടിക്കുക. 1/4 ഭാഗം വലിച്ചാൽ ഉള്ള ഗുണം നമുക്ക് കൂടുതൽ ടൈം പിടിക്കാൻ പറ്റും. എന്താണ് ആസ്മ? ആസ്മയില് ശ്വാസകോശത്തിൽ വായു കയറാനുള്ള വിഷമമാണ്. ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ തുറക്കാത്ത ചില ഏരിയാസ് ശ്വാസകോശത്തിൽ തുറന്നു കിട്ടും. എൻ്റെ അമ്മ പോലും ഇപ്പോൾ 98 വയസ്സ് കഴിഞ്ഞ ഫെബ്രുവരി 21 98-ാം പിറന്നാളായിരുന്നു എൻ്റെ അമ്മയുടെ. ആരോഗ്യത്തോടെ ജീവിക്കുന്നു. നേരത്തെ ആസ്മ ഉണ്ടായിരുന്നു. അമ്മ തന്നെ പറയാറുണ്ട് 3 നേരം 20 പ്രാവശ്യങ്ങൾ ഈ ഡീപ് ബ്രീത്തിങ് അമ്മ ചെയ്യാറുണ്ട്. എൻ്റെ പ്രായമുള്ള മുതിർന്ന എല്ലാവർക്കും ഞാനിത് ചെയ്യിക്കാറുണ്ട്. ഇതിന് ഡീപ് ബ്രീത്തിങ് എന്നേ പറയുള്ളൂ, ഇതൊരു പ്രാണായാമമല്ല. ഈ കൊച്ചു കുട്ടികൾക്ക് പോലും ഞാൻ പേരൻസിനോട് പറയും, നിങ്ങൾ വൈകുന്നേരങ്ങളിൽ, രാവിലെ അവർ ബിസിയാണ്, വൈകുന്നേരങ്ങളിൽ ഒരു 20 പ്രാവശ്യമെങ്കിലും. അവർ ചിലപ്പോൾ എന്നോട് ചോദിക്കും ഞാൻ എത്ര പ്രാവശ്യം, ഞാൻ പറയും 20, 30, 50 ചെയ്തോളൂ. ബാങ്കിൽ പൈസ ഇടുന്ന പോലാണ്. കൂടുതലിട്ടാൽ നമുക്കവിടെ ബാലൻസിൽ അവിടെ കിടക്കും അത്രയും എന്ന് പറയുന്നത്. ഹെൽത്ത് ബാലൻസിലേക്ക് ഇത് പൊക്കോളൂ. അവിടെ ഒരു ഡീപ് ബ്രീത്തിങ് ചെയ്യുന്നതും ഒരു ക്വയറ്റ് ബ്രീത്തിങ്ങിൽ ഇരിക്കുന്നവരുള്ള ഡിഫറൻസ് കൂടെ ഞാനിവിടെ പറയാം. അല്ലെങ്കിൽ ഒരു വ്യക്തി സാധാരണ ഒരു പേപ്പർ നോക്കുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നു, പത്രം വായിക്കുന്നു, കുട്ടികൾ പഠിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ശ്വാസകോശത്തിൽ ഒരു അഡൽറ്റിന് കയറി ഇറങ്ങുന്ന വായു വേണ്ട 500 ml cc മാത്രമേ ഉള്ളൂ. മുമ്പേ പറഞ്ഞ ഒരു 75% നമ്മൾ ബ്രീത്തിങ് എടുക്കും പോലും 3-3.5 ലിറ്റർ എയർ ആണ് ലങ്സിലേക്ക് കയറുന്നത്. അപ്പൊ അതിന്റെ ഫ്രഷ്നെസ്സും അത് ആ ഓക്സിജൻ, അതിലുള്ള ഓക്സിജൻ നമ്മളെ ബ്ലഡിലേക്ക് കലർന്ന് അത് ശരീരം മുഴുവൻ വ്യാപരിക്കുമ്പോൾ ആ നമ്മൾക്ക് കിട്ടുന്ന ഊർജ്ജസ്വലതയും ആ ഒരു സ്റ്റിമുലേഷനും അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് കുറച്ചുകൂടെ മുതിർന്ന ഒരു 16, 17 പ്രായമുള്ളവർക്ക്, ഒരു 40 വയസ്സുള്ളവർക്കൊക്കെ ഒരു യോഗയുടെ ഒരു ഫുൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ ഇവർക്ക് പറയാറുണ്ട്. കോട്ടയത്ത്, എറണാകുളത്തെ സെന്ററിൽ ഞങ്ങൾ ക്ലാസ് ആയിട്ട് നിർത്താറുണ്ട്. അതിനൊട്ടും സമയമില്ലാത്തവർക്ക് ഓൺലൈൻ ക്ലാസ്സിൽ കൂടി എൻ്റെ മകൻ ഡോക്ടർ ഏബില് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ പറയാം, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ 20 മിനിറ്റ് ഇതിനു വേണ്ടി നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ആയുഷ്കാലത്ത് നിങ്ങൾക്ക് ഈ രോഗം തിരിച്ചു വരികയില്ല. ഈ ആസ്മയിൽ നിന്ന് പൂർണ്ണ വിമുക്തി നേടാനും ആ കിട്ടിയ ക്യൂറ് സ്ഥായിയായിട്ട് നിലനിൽക്കാനും യോഗ പോലെ ഇത്രയും നല്ലൊരു ഒരു ടൂള് ഇന്ന് വരെ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കേസിൽ ഞാൻ നേരത്തെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, ഞാനും ആസ്മയുടെ ഒരു ബോർഡർ വരെ വന്നയാളാണ്. ഇന്നും അത് ചെയ്യുന്നത് കൊണ്ടാണ്, യോഗ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഒരു കാര്യമായ ഒരു സിംറ്റവും ഇല്ലാതെ പൂർണ്ണമായിട്ട് എനിക്ക് ജീവിതത്തെ ആരോഗ്യത്തോടുള്ള ആഘോഷമാക്കി മാറ്റുവാൻ, എൻജോയ് ലൈഫ് വിത്ത് ഓപ്റ്റിമം ഹെൽത്ത് എന്നുള്ള ഫിലോസഫി കൂടെ ജീവിക്കാൻ എന്നെ സഹായിക്കുന്നത്. ഇനി മറ്റുള്ള രോഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോലും സ്പൈൻ സംബന്ധിച്ചുള്ള രോഗങ്ങൾക്ക്, അല്ലെങ്കിൽ സ്പോണ്ടിലോസിസ്, ലംബാർ, പലരും പറയാറുണ്ട് നട്ടലിന്റെ കശേരികൾക്ക് പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഡാമേജ് ആണ്, ഡിസ്കിന് ഡാമേജ് ആണ്. ഇതിനെല്ലാം പരിഹാരം യോഗയിലുണ്ട്. നമ്മൾ അവിടെ, ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, കഫക്കെട്ട് ശാശ്വതമായിട്ട് നിൽക്കുന്നവരിലാണ് ഈ ബോൺ സംബന്ധിച്ചുള്ള, ഡിസ്ക് സംബന്ധിച്ചുള്ള കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ടോൺസിലൈറ്റിസ് സ്ഥിരം വരുന്നവർക്ക് സർവൈക്കൽ സ്പോണ്ടിലോസ് ഉണ്ടാവും, സൈനസൈറ്റിസ് വരുന്നവർക്ക് സ്പോണ്ടിലോസ് ഉണ്ടാവും, വൈറസ് സംബന്ധിച്ചുള്ള കൊളൈറ്റിസ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഇതൊക്കെ വരുന്നവർക്കും ഡിസ്ക് പ്രോബ്ലംസ്, ലോവർ ഡിസ്ക് L4, L5, S1, S2 ഡിസ്കുകൾക്ക് കൂടുതൽ ഡാമേജുകൾ ഉണ്ടാവും. ഇതൊക്കെ എൻ്റെ വർഷങ്ങളുടെ ഗവേഷണത്തിൽ നിന്ന് കണ്ടുപിടിച്ചാണ്. ഇവർക്ക് സ്ഥിരമായിട്ട് ചെയ്യുവാൻ പറ്റുന്ന ഒരു ആസനം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, മകരാസനം. രാവിലെ നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും രാത്രിയിൽ നിങ്ങൾ കിടക്കാൻ നേരത്തും കമന്ന് കിടക്കുക, താടിക്ക് കൈയും കൊടുത്തിട്ട് 10 മിനിറ്റെങ്കിലും ഒരു കിടക്കുക. അപ്പൊ സ്പൈൻ ഇങ്ങനെ ഇരിക്കും. ഒരു സിമ്പിൾ ഈ ഒരു ആസനത്തിൽ കൂടെ നട്ടലിനെ സംബന്ധിച്ചുള്ള പല രോഗങ്ങളും നമുക്ക് മാറിപ്പോകുന്നത് കാണാൻ പറ്റും. പ്രാണായാമത്തെ പറ്റി കൂടുതൽ വിശദീകരിച്ചു കഴിഞ്ഞാല് നാഡീശോധന പ്രാണായാമമുണ്ട്,
ഭസ്ത്രികയുണ്ട്, ശീതളി, ശീത്കാരി, ഇതെല്ലാം വളരെ നല്ല പ്രാക്ടീസുകളാണ്. പ്രത്യേകിച്ച് ആസ്മ രോഗികൾക്ക്, ശ്വാസകോശ സംബന്ധമായ രോഗികൾക്ക്, ഹൃദ്രോഗത്തിനെ തടയുവാന്, ബ്ലഡ് പ്രഷർ രോഗികൾക്ക് എല്ലാവർക്കും ഇത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. എന്തിന്? നമുക്ക് പൂർണ്ണമായ ഒരു ആരോഗ്യത്തിൽ കൂടെ ജീവിച്ചു പോകുവാൻ. യോഗയുടെ ഇവിടെ ഒരു കാര്യം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലരും യോഗയെ ഒരു ഒരു വ്യായാമമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. തെറ്റാണ്. യോഗ ഒരു വ്യായാമത്തിന്റെ മാർഗമല്ല. കാരണം നമ്മള് ഫിസിക്കൽ എക്സസൈസ് അല്ല ഒരു ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് മസിൽ ബിൽഡിംഗ് ആണ്, മസിൽ ടോൺ ബിൽഡിംഗ് ആണ്, മസിൽ മാസ് ബിൽഡിംഗ് ആണ്. പക്ഷെ ഇവിടെ യോഗയിൽ നമുക്ക് കിട്ടുന്നത് റിലാക്സേഷൻ. പക്ഷെ അവിടെ ആ റിലാക്സേഷനോടൊപ്പം നമുക്ക് ഹോർമോണൽ ബാലൻസ് കൂടെ കിട്ടുന്നു. അതാണ് ഇതിന്റെ യഥാർത്ഥ ആക്ഷൻ. ഹോർമോണൽ ബാലൻസ്. നമ്മൾക്ക് ആന്തരിക സ്രവങ്ങൾ, തൈറോയ്ഡ് ഉണ്ട്, പാൻക്രിയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഉണ്ട്, അതുപോലെ തന്നെ അതാണ് ഇൻസുലിൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പിറ്റ്യൂട്ടറിയുടെ ഗ്രന്ഥികളുണ്ട്, അഡ്രിനൽസ് ഉണ്ട്. ഇതിനെല്ലാം ഹോർമോൺ ഗ്രന്ഥികൾ. ഇവയുടെ എല്ലാം ഒരു ബാലൻസിന്, അതിന്റെ പശുണ്ടെങ്കിൽ അതിനെയെല്ലാം ബാലൻസ് ചെയ്യുവാൻ. അവിടെയാണ് ഇന്ന് എല്ലാവർക്കും ഉള്ള തൈറോയ്ഡ് രോഗികൾക്ക്, ഹൈപ്പോ തൈറോയിഡിസത്തിന് ഞാൻ യോഗ നിർബന്ധമായിട്ട് ഇവർക്ക് ചെയ്യാൻ പറയുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ വെറ്റ് പാക്കും യോഗയും കൂടെ ചെയ്യുവാണെങ്കിൽ, ഒരു വളരെ സെലക്ട് ചെയ്ത മരുന്നുകളും കൂടെ കൊടുത്താൽ വളരെയധികം തൈറോയ്ഡ് പ്രോബ്ലംസും മാറ്റിയെടുക്കുവാൻ സാധിക്കാറുണ്ട്. അതുപോലെ ബ്ലഡ് പ്രഷറിന് അവിടെ നമ്മൾ കൊടുക്കുന്നത് പ്രാണായാമം, ലഘുവായ യോഗാസനങ്ങള്, അതുകൂടാതെ പ്രാണായാമങ്ങൾ അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്കായ ശവാസന നിദ്ര, ജസ്റ്റ് ലൈക്ക് എ ഡെഡ് ബോഡി. അതായത് എല്ലാ സ്ട്രെനുവസ് ആസനങ്ങൾക്ക് ശേഷം ശവാസനം ചെയ്യിക്കാറുണ്ട്. അതൊന്ന് അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ എന്താണ് ശവാസനത്തിന്റെ ഗുണം എന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ. അത്രയ്ക്ക് പ്രയോജനമുള്ളതാണ്. നമ്മള് ഒരു സ്ലീപ്പിലേക്ക് പതുക്കെ ഇൻഡ്യൂസ് ചെയ്ത് പോകും, പക്ഷെ എന്നാൽ സ്ലീപ്പ് പോവുകയും ചെയ്യരുത്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപാരമായ ബെനിഫിറ്റുകളാണ് ശവാസനത്തിൽ കൂടെ കിട്ടുന്നത്. ബ്ലഡ് പ്രഷർ കൺട്രോളിനൊക്കെ ഇത്രയധികം ഇഫക്റ്റീവായിട്ടുള്ള പ്രാണായാമവും ശവാസനവും ഉണ്ടെങ്കിൽ, പിന്നെ PMA സീരീസ് എന്ന് പറയുന്ന കുറച്ച് ആസനങ്ങളുണ്ട്. ജോയിൻസിനെല്ലാം ലഘുവായിട്ടുള്ള ചില ആസനങ്ങൾ. അത് ബീഹാർ സ്കൂൾ ഓഫ് യോഗയുടെ ഒരു പ്രത്യേകതയാണ് PMA സീരീസ്. എല്ലാ ജോയിൻസും, പവൻ മുക്താസൻ എന്ന് പറഞ്ഞാൽ വിൻഡ് റിലീസിങ് എക്സസൈസ് എന്നാണ് അതിന്റെ പേര്. ഓരോ ജോയിന്റുകളും മൊബിലൈസ് ചെയ്യും. പ്രത്യേകിച്ച് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള ചെറു ജോയിന്റുകളെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ഇത് വളരെ എഫക്റ്റീവാണ്. ആർത്രൈറ്റിസിന്റെ എല്ലാ രോഗങ്ങളിലും, പ്രത്യേകിച്ച് റുമറ്റോയിഡ്, ഞാൻ പല രോഗികളോടും പറയാറുണ്ട്, ഈ നമ്മൾ റുമറ്റോയിഡ് എന്ന് പറയുന്നതിനെല്ലാം പേര് മാറ്റി അലർജിക് ആർത്രൈറ്റിസിന് ഇടുന്നതാണ് നല്ലത്. കാരണം ഇതിന്റെ എല്ലാം ചുവട്ടിൽ കഫക്കെട്ടുണ്ട്. 100 കണക്കിന് ആർത്രൈറ്റിസ് പേശികളെ രോഗികളെ ഞാൻ രക്ഷിച്ചു വിടാറുണ്ട്. കാരണം അവർക്ക് ആ കഫക്കെട്ടിന്റെ യഥാർത്ഥ കാരണം മാറ്റി കഴിയുമ്പോൾ ഈ ആർത്രൈറ്റിസ് മാറിപ്പോകുന്നുണ്ട്. അത് നേരത്തെ ഒരു മുൻ എപ്പിസോഡിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഏതാണ്ട് 2-3 ലക്ഷം രോഗികളെ ആസ്മ അലർജി റിലേറ്റഡ് ഡിസീസിന് ചികിത്സിച്ച അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചത്. അതിൽ കുടൽ സംബന്ധമായ രോഗങ്ങൾക്ക്, ആർത്രൈറ്റിസിന്, ബ്ലഡ് പ്രഷറിന്, ഹൃദ്രോഗത്തിന്, ഇതിനെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള യോഗ പ്രാക്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ലഘുവായിട്ടുള്ള ചികിത്സകളിൽ കൂടി അവർക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുവാനും കിട്ടിയ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആസ്മയിൽ ഞാൻ പറയും, ഇത് തിരിച്ചുവരവിന് തന്നെ ബുദ്ധിമുട്ടുള്ള രോഗമാണ്. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട ഒരു ടൂൾ, മരുന്ന് പോലെ തന്നെ യോഗ ഇമ്പോർട്ടൻ്റ് ആണ്. കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയ ഹെൽത്ത് ശാശ്വതമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാൻ യോഗ പോലത്തെ നല്ലൊരു ടൂള് ഇന്ന് ഞാൻ കണ്ടിട്ടില്ല. കാരണം എൻ്റെ കഴിഞ്ഞ 35 വർഷത്തിന് മുമ്പ് ഞാൻ ബീഹാർ സ്കൂൾ ഓഫ് യോഗയിൽ പോയിട്ടാണ് യോഗ പഠിച്ചത്. എൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്. MD ഡിഗ്രിക്ക് ശേഷമാണ് എന്നോട് പോകുന്നത്. അവിടെ സ്വാമി ശിവാനന്ദ എന്ന് നിങ്ങൾ പലരും കേട്ടുകയാണ്, ഋഷികേശിലുണ്ടായിരുന്ന അദ്ദേഹമാണ് സ്വാമി ചിന്മയാനന്ദജിക്ക് ചിന്മയാനന്ദ എന്നുള്ള പേര് കൊടുത്തത്. അത്രയ്ക്ക് എലിവേറ്റഡ് സോളായിരുന്നു അദ്ദേഹം. ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു.
അന്നത്തെ കാലത്തെ ബ്രിട്ടീഷ് ക്വാളിഫൈഡ് ഡോക്ടറായിരുന്നു. 1880-കളിലായിരുന്നു. അദ്ദേഹം അന്നത്തെ കാലത്ത് മദ്രാസിലാണ് അദ്ദേഹം ജീവിച്ചത്. ഈ ഡോക്ടറായിട്ട് കുറച്ചാൾ വർക്ക് ചെയ്തതിനു ശേഷം മലേഷ്യയിൽ പോയിട്ട് അവിടെ എസ്റ്റേറ്റ് വർക്കേഴ്സിനിടയിൽ പ്രവർത്തിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഹിമാലയത്തിൽ പോയി തപസ് ചെയ്ത് ശിവാനന്ദ യോഗിയാകുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ജീവിതകാലത്ത് ഏതാണ്ട് 200ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പല ബുക്കുകളുമാണ് എന്നെ ഞാനാക്കുന്നതിൽ, ഈ സംയോജിത ചികിത്സയിലേക്ക് വരുവാനും അതിന് ഇത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുവാനും യോഗയ്ക്ക് ഇത്രയധികം ശക്തിയുണ്ട്, ചികിത്സയിലും ആരോഗ്യ പരിപാലനത്തിലും ഇത്രയധികം ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുവാനും എന്നെ സഹായിച്ചത് എൻ്റെ ഗുരുവായിട്ട് ഞാൻ അംഗീകരിച്ചിരിക്കുന്ന സ്വാമി ശിവാനന്ദയാണ്. ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഡയറക്റ്റ് ഡിസൈപ്പിളായ സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ കൂടെയാണ് ബീഹാർ സ്കൂൾ ഓഫ് യോഗയിൽ ഞാൻ യോഗ പഠനം പൂർത്തിയാക്കി. അവിടെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങും യോഗ തെറാപ്പി കോഴ്സുമായിരുന്നു. എന്നിലെ ഞാൻ എന്താണോ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചത്, ഈ സംയോജിത ചികിത്സയിലേക്ക്, ഇൻ്റഗ്രേറ്റീവ് മെഡിസിനിലേക്കൊക്കെ ഉള്ള വരുവാനുള്ള എനിക്കുള്ള കിട്ടിയ ആ ഐഡിയ കിട്ടിയത്, എൻ്റെ യഥാർത്ഥ വിത്ത് കിട്ടിയത് സ്വാമി ശിവാനന്ദയുടെ ടീച്ചിങ്ങിൽ നിന്നാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും എൻ്റെ ജീവിതത്തിലില്ല. എന്നും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സ്വാമി ശിവാനന്ദയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു മാല ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ ഗുരുവായിട്ട് ഞാൻ അംഗീകരിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ആ ഗുരുവിനെ ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിഷയം യോഗ ടീച്ചിങ് ആൻഡ് തെറാപ്പി നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.